4 റെയിൽവേ മേൽപ്പാലങ്ങൾ. 4 റെയിൽവേ മേൽപ്പാലം എന്ന് പറയുമ്പോൾ അതിൽ ഈ 4 റെയിൽവേ മേൽപ്പാലങ്ങൾക്കും വ്യത്യസ്ത നിലയിൽ ഗവൺമെൻറ്റിൻ്റെ ഭരണാനുമതി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ GAD എന്നാണ് അതിൻ്റെ ഡ്രോയിങ്ങിനെ സംബന്ധിച്ച് ഉള്ള സംവിധാനം. ഇപ്പോൾ ആട്ടൂർ റെയിൽവേ മേൽപ്പാലമാണ് നമ്മുടെ വേലിക്കുട്ടി ഗേറ്റ് എന്നാണ് പറയുക, തുരൂർ എന്നാണ്. അപ്പോൾ അവിടെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത്. പിന്നീട് റെയിൽവേ അവരുടെ 4 വരി പാതയുടെ കാരണം പറഞ്ഞ് അതൊന്ന് മാറ്റിവെച്ചു. പിന്നീട് ഭൂമി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ 2.25 കൊല്ലം വേണം. വിവിധ നോട്ടിഫിക്കേഷനിലൂടെ കടന്നിട്ടാണ് ഒരു ഭൂമി ഏറ്റെടുക്കാൻ കഴിയുക. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം 4.1 നോട്ടിഫിക്കേഷൻ, 6.1 നോട്ടിഫിക്കേഷൻ, 11.1 നോട്ടിഫിക്കേഷൻ, പിന്നെ സാമൂഹ്യ ആഘാതത്തെ സംബന്ധിച്ചുള്ള പഠനം, അതിൻ്റെ റിപ്പോർട്ട്, പിന്നീട് ഭരണാനുമതി, പിന്നീട് LA നടപടികൾ, അങ്ങനെ വളരെ വിപുലമായ പദ്ധതിയാണ്. അപ്പോൾ അത് നമ്മൾ സ്ഥലം ഏറ്റെടുക്കൽ പ്രവൃത്തി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് റെയിൽവേയുടെ പോളിസിയിലൊരു മാറ്റം വന്നു. നേരത്തെ റെയിൽവേ അവരുടെ സിവിൽ വർക്കിൻ്റെ പകുതി മാത്രമേ തരുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് കരാറൊപ്പിട്ടത്. പിന്നീട് റെയിൽവേ അവർക്ക് ഫീസിബിളായ പദ്ധതികൾ അവർ കൂടി ഏറ്റെടുക്കുന്നു എന്ന നില വന്നു. പക്ഷെ അവർ വെച്ചൊരു ഡിമാൻഡ് എന്താ വെച്ചാൽ കേരയിൽ കോർപ്പറേഷൻ, സംസ്ഥാനവും റെയിൽവേയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കേരയിൽ കോർപ്പറേഷൻ ഏറ്റെടുത്താൽ അത് ഏറ്റെടുക്കുന്ന നില വന്നു. ഇപ്പോൾ അവിടെ അതിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. അപ്പോൾ ഭൂമി 9 കോടി രൂപയ്ക്ക് ഏറ്റെടുത്തു. 21 കോടി രൂപയ്ക്ക് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള കമ്പനി അതെടുത്ത് അതിൻ്റെ ടെസ്റ്റ് പൈലിംഗ് ആരംഭിച്ചു. അതനുസരിച്ച് അതിന് ഡിസൈൻ ചെയ്ത് പ്രവൃത്തി ആരംഭിക്കാവുന്ന ഘട്ടത്തിലാണ്. ബാക്കി 3 എണ്ണം, ഒന്ന് നമ്മുടെ വടക്കാഞ്ചേരി ബൈപ്പാസ്, അത് നമ്മുടെ അകമലയിലെ കാട്ടിലെ ഗേറ്റ്, അവിടെ ഏകദേശം 7.5 ലക്ഷം രൂപയ്ക്കാണ് അതിൻ്റെ GAD കേരയിൽ കോർപ്പറേഷൻ തയ്യാറാക്കി അനുമതിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. മറ്റൊന്ന് നമ്മുടെ മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലം, അതും ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽപ്പെടുത്തി RBDCKയെ കൊണ്ട് അതിൻ്റെ GAD തയ്യാറാക്കാൻ ഉള്ള നടപടികൾ ആരംഭിച്ചു. പിന്നീട് റെയിൽവേ കേരയിൽ കോർപ്പറേഷനെ ഏൽപ്പിച്ചാൽ നമുക്ക് അത് ഏറ്റെടുക്കാം എന്ന നില വന്നു. അപ്പോൾ കേരയിൽ കോർപ്പറേഷൻ ഇപ്പോൾ അതിൻ്റെ GADയും ടോപ്പോഗ്രാഫിക് സർവേ ഇപ്പോൾ റെയിൽവേയുടെ മദ്രാസിലെ എഞ്ചിനീയറിംഗിൽ അതിൻ്റെ പരിശോധനയിലാണ്. ഇതൊക്കെ സർവേ നടത്തണമെങ്കിൽ തന്നെ റെയിൽവേയുടെ അനുമതി വേണം കേട്ടോ. വേഗം അങ്ങോട്ട് പോയിട്ട് സോയിൽ ടെസ്റ്റ് നടത്താനും സർവേ നടത്താനും കഴിയില്ല. മറ്റൊന്ന് അമല റെയിൽവേ മേൽപ്പാലത്തിന് സമാന്തരമായിട്ടുള്ള ROBയാണ്. അത് കിഫ്ബി 7.5 കോടി രൂപ 2022 ബഡ്ജറ്റ് പ്രസംഗത്തിനിടയിൽ ഞാൻ ആവശ്യപ്പെടുകയും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അത് അനുവദിക്കുകയും അതേ തുടർന്ന് അതിൻ്റെയും GAD തയ്യാറാക്കി. ഈ GAD ഒക്കെ തയ്യാറാക്കുന്നത് റെയിൽവേ എംപാനൽ ചെയ്ത ഏജൻസിക്ക് മാത്രമേ കഴിയുള്ളൂ. ഞാൻ നേരത്തെ ടൂറിസത്തിൻ്റെ പറഞ്ഞപ്പോൾ, അപ്പോൾ അവർക്ക് വലിയ തുക കൊടുത്താലാണ് അവരതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുക. അപ്പോൾ ഈ 4 റെയിൽവേ മേൽപ്പാലങ്ങളിൽ 1 നിർമ്മാണം ആരംഭിച്ചു. അപ്പോൾ MLA എന്ന നിലയിൽ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും റെയിൽവേയിൽ, RBDCKയിൽ എല്ലാവരും കോർഡിനേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോവുക. അപ്പോൾ ആ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായി പങ്കെടുക്കുക.